ഹലോ ഗൈസ്, വെൽക്കം ടു ആമി ആൻഡ് ആദി വീഡിയോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ദുബായ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പോയപ്പം. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഡേ വൺ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത ദുബായ് മാള്, ദുബായ് അക്വേറിയം, ദുബായ് ഫൗണ്ടൻ ആൻഡ് ബുർജ് ഖലീഫ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ ഇടത്തിലാണ്. അപ്പം നമുക്കത് പോയി എളുപ്പം കാണാനും ഈസി ആക്സസിബിളാണ്. അപ്പം ഇതിൽ നമുക്ക് പേയ്മെൻറ്റ് പോകുന്നത് ദുബായ് അക്വേറിയം ആൻഡ് ബുർജ് ഖലീഫയ്ക്കാണ്. നമ്മൾ ഓൺലൈൻ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ പോയി ഈസി ആയിരിക്കും. അത് ഹെഡ് ഔട്ട് എന്ന ആപ്പ് നമ്മൾ ഗൂഗിൾ പേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഡേ ടു ട്രിപ്പ് ഞങ്ങൾ പോയത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, ദുബായ് ഫ്രെയിം ആൻഡ് ഗ്ലോബൽ വില്ലേജ് ആണ്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഉറപ്പായിട്ട് കുട്ടികളെ കാണിക്കേണ്ട സ്ഥലമാണ്. അത് ടിക്കറ്റ് ഇവിടുന്ന് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോകേണ്ടതാണ്. ദുബായ് ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾഡ് ദുബായും ന്യൂ ദുബായും കാണാവുന്നതാണ്. പിന്നെ ഗ്ലോബൽ വില്ലേജ് ആണ്, അത് വൈകിട്ടാണ് ഓപ്പൺ ആവുന്നത്. 4 PM കഴിഞ്ഞിട്ടേ ഓപ്പൺ ആവത്തുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഫുഡുകളും, പല രാജ്യത്തെ ഫുഡുകളും, അവരുടെ പല സാംസ്കാരിക പരിപാടികളൊക്കെ കാണാവുന്നതാണ്. ഡേ 3 ഞങ്ങൾ രാവിലെ പോയത് ഡോൾഫിൻ്റെ ഒരു ഷോ ഉണ്ട്. അവിടെ നിങ്ങൾ ഉറപ്പായിട്ട് പോകണം, കുട്ടികളെ കൊണ്ട് കാണിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് മിറക്കിൾ ഗാർഡനും ബട്ടർഫ്ലൈ ഗാർഡനും പോയത്. അത് ഓപ്പോസിറ്റ് ആണ്. ഈ ബട്ടർഫ്ലൈ ഗാർഡൻ നേരത്തെ അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് തന്നെ നിങ്ങൾ അവിടെ പോകണം. അത് കഴിഞ്ഞ് മറീന ക്രൂയിസ് ഡിന്നർ, അത് ഉറപ്പായിട്ട് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അതാ ദുബായിയുടെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കിട്ടും ആ ബോട്ടിനകത്ത് പോകുമ്പോൾ. അവിടെ നിന്ന് ഫുഡും കിട്ടുന്നതാണ്. ഡേ 4 ഞങ്ങൾ പോയത് അബുദാബിയിലാണ്. എൻ്റെ ഒരു സജഷൻ, അബുദാബിയിൽ പോവുകയാണെങ്കിൽ മിനിമം 2 ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്തിട്ട് കാണാനുള്ളതുണ്ട്. ഞങ്ങൾ കവർ ചെയ്തത് യാസയിലിൻ്റെ ജൂബിലി മംഗോ പാർക്ക്, അപ്പുറം മോസ്ക് ആൻഡ് ഹിന്ദു മന്ദിറാണ് ഞങ്ങൾ കവർ ചെയ്തത്. ഡേ 5 ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ദിവസം ഞങ്ങൾ കവർ ചെയ്ത് ഷാർജയിൽ പോയിരുന്നു. പിന്നെ ഹട്ടയിൽ അവിടെ മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഫുജേറയിൽ പോയി, പാം ജുമേരയിൽ പോയി. അതേപോലെ നിങ്ങൾക്ക് ഈ ഡേ ട്രിപ്പ് പ്ലാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാനിനി ഓരോ ഡേ ഞങ്ങൾ പോയ കാര്യങ്ങളും വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്.